ഞാൻ ഇന്ന് റെഡിയാക്കി എടുത്തത് ഇതുപോലെ കാട്ടുപാവയ്ക്കയുടെ ഫ്രൈ ആണ്. കാട്ടുപാവയ്ക്ക, കണ്ടോള എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഐറ്റം ഇപ്പോൾ കടയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അത് ഭയങ്കര ടേസ്റ്റുമാണ്. മാത്രമല്ല വളരെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഒരു വെജിറ്റബിളുമാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതുപോലെ കണ്ടോള ഇല്ലേ, അതുകൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. ഒരു പാവയ്ക്കയുടെ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഐറ്റം ആയത് കേട്ടോ. പക്ഷേ പാവയ്ക്ക പോലെ കയ്പില്ല. എന്നാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. അതുപോലെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിത് ആദ്യമായിട്ടൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു. ഇതെല്ലാം ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാട്ടുപാവയ്ക്ക എന്ന് അറിയപ്പെടുന്ന ഇത് തന്നെയാണ് കേട്ടോ. കണ്ടോല, കാട്ടുപാവയ്ക്ക ഒക്കെ പേര് ഇതിനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതേപോലെ ഇത് കളയണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് ചിരണ്ടി കളയാം. എന്നിട്ട് ഇതെല്ലാം കഷ്ണമാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതിൻ്റെ മുള്ളി ചെറുതായിട്ടൊന്ന് കളഞ്ഞു. നമ്മുടെ ആഞ്ഞിൽ ചക്കയുടെ മുള്ളു പോലെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടി ഒന്ന് ചെത്തിക്കളയാം. അധികം അങ്ങ് കയറ്റി ചെത്തിക്കളയണ്ട. ഇതേപോലെ ഇത് മുഴുവൻ നമുക്ക് നീറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ പീസാക്കി എടുക്കാം. ഇതുപോലെയോ വട്ടത്തിലോ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ അരി കാണാൻ നല്ല ഭംഗിയുണ്ട്. പാവയ്ക്കയുടെ ഒരു കാട്ടുപാവല കേട്ടോ, എന്നാലും പാവലെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ പാവയ്ക്കയുടെ അത്ര കയ്പില്ല. അരിക്ക് നല്ല സാമ്യമുണ്ടല്ലോ, നല്ല സ്റ്റാർ പോലെ ഇരിക്കുന്നില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനിത് അരിഞ്ഞിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിടാം. അപ്പോൾ ഇന്ന് ഞാനിതൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഒരു കറി ഉണ്ടാക്കാനും ഇത് നല്ലതാണ്, പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു മെഴുക്കുവരട്ടിയൊക്കെ പോലെ ഒരു ഫ്രൈ. നമുക്ക് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ഇതിനകത്ത് ചട്ടിയിലോട്ട്. അതിനുശേഷം ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടോലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഒരു ഇത്തിരി ചേർത്താൽ മതി കേട്ടോ. കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുന്നിൽ നിൽക്കേണ്ട. മുളകിൻ്റെ ആ ടേസ്റ്റ് നിൽക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ജീരകപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി ജീരകപ്പൊടി തന്നെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനി ഒന്ന് റോസ്റ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുമല്ലോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിലും എടുക്കാം, അതല്ല ഫ്രൈ ആയിട്ടും എടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ഫ്രൈ ആയിട്ട് അങ്ങ് എടുക്കുക കേട്ടോ. ഒരു സെമി ഗ്രേവി ആയിട്ട്, ഒരുപാട് ഗ്രേവി ആയിട്ടല്ല എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി ചേർക്കാം. ഇതായതുകൊണ്ട് തന്നെ ഞാൻ ഒരിത്തിരി ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കണ്ടോല ഫ്രൈ, കാട്ടുപാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഗുണമുള്ളതാണ്. കാണുമ്പോൾ അത് വാങ്ങിക്കാൻ മടിക്കരുത്. ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നമുക്കിതുപോലെ ഡീപ് ഫ്രൈ ചെയ്തും എടുക്കാം. ഇതേപോലെ ബജിയൊക്കെ മുക്കി പൊരിക്കത്തില്ലേ, അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതേപോലെ എടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ദിവസം ആ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ പിന്നെ ഡ്രൈ ഫ്രൈ ആയിട്ടും എടുക്കാം, ഇത്തിരി ഗ്രേവി ഇട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമായത്. അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.